സുർജിത്ത് എന്നാണ് എൻ്റെ പേര്. വയനാട്ടിലാണ് ഞങ്ങളുടെ വേരുകളൊക്കെ. മടക്കിമലയാണ് വീട്. 3 കൊല്ലം ഞങ്ങൾ ജർമ്മനിയിലായിരുന്നു. അവിടെ വെച്ചിട്ടാണ് മകളൊക്കെ ജനിക്കുന്നത്. ഞങ്ങൾ ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോഴേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു 20 കൊല്ലം ജോലി ചെയ്തിട്ട് വയനാട്ടിൽ തിരിച്ചു വന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു സംരംഭം നടത്താമെന്ന്. അപ്പോൾ ഒരു 15 കൊല്ലം മുമ്പാണ് ഞങ്ങൾ ഈ സ്ഥലം കാണുന്നതും ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ട് ഇവിടെ വന്നിട്ട് എന്തെങ്കിലും തുടങ്ങി. ആദ്യം ഞങ്ങൾ കൃഷിയും കുറച്ച് നമ്മുടെ കോർപ്പറേറ്റ് ലൈഫിൽ നിന്ന് വിട്ട് കുറച്ച് ജീവിതം സ്ലോ ഡൗൺ ചെയ്ത് എന്താ പറയുക, ഒരു ഓർഗാനിക് രീതിയിലേക്ക് വരാമെന്നുള്ളൊരാഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. ഏകദേശം മടങ്ങി ഇവിടെ വരാമെന്നുള്ളൊരു ലൈനിലായപ്പോഴാണ് ഞങ്ങൾ തീരുമാനിച്ചത് ഒരു ഹോസ്പിറ്റാലിറ്റി ഫീൽഡിലും കൂടി നമുക്ക് എന്തെങ്കിലും ചെയ്യാം. എന്താ വെച്ചാൽ ഒരു വേറിട്ട അനുഭവം കൊടുക്കാൻ പറ്റുന്നൊരു ചിന്തയുള്ളത് കൊണ്ടാണ്. അങ്ങനെയാണ് ഈ അനന്തര റിസോർട്ട് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തത്. ഇതിൽ കൂടുതൽ ഡിസൈനും അതിൻ്റെ പ്ലാനിങ്ങും ഒക്കെ ചെയ്തത് വൈഫാണ്, രജിത. കൂടുതൽ നാച്ചുറൽ ആയിട്ടുള്ള മെറ്റീരിയലും പിന്നെ പഴയ മെറ്റീരിയൽസ് റീയൂസ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇവിടെ നിന്ന് തന്നെയുള്ള മണ്ണാണ് നമ്മൾ പെയിൻറ്റിങ്ങിനായിട്ടും കുറേ പ്ലാസ്റ്ററിങ്ങിനായിട്ടും എല്ലാം ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ പഴയ ബിൽഡിംഗ് പൊളിച്ച് അതിൽ നിന്നുള്ള വുഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഓട് അത് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കഴിവതും നമ്മൾ പുറത്തുനിന്നുള്ള മെറ്റീരിയലിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ സിമെൻറ്റിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ആളുകൾക്ക് മൊത്തം ഒരു നാച്ചുറൽ ഫീലിംഗ് കൊടുക്കാനുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കാനാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്. ചെടികളെല്ലാം ലോക്കലായിരിക്കണം എന്ന് നമുക്ക് ആദ്യം നിർബന്ധം ഉണ്ടായിരുന്നു. ഒന്നും ഒരു പാമോ അങ്ങനെ എന്തെങ്കിലും പുറത്തുനിന്ന് ഡേറ്റ് പാമൊന്നും കൊണ്ടുവന്നിട്ട് നമ്മുടെ ലാൻഡ്സ്കേപ്പിന് അത് ചേരില്ല. അപ്പോൾ ഇവിടുത്തെ ലാൻഡ്സ്കേപ്പിന് ചേരുന്ന പോലത്തെ ചെടികൾ വയ്ക്കുക. നമ്മൾ കോട്ടേജുകളെല്ലാം പ്ലാൻ ചെയ്തിട്ടുള്ള ഓരോരോ ലെവലിലായിട്ടാണ്. ഇതിൻ്റെ ടോട്ടൽ സ്ലോപ്പിനെ ഡിസ്റ്റർബ് ചെയ്യാതെ വെള്ളത്തിൻ്റെ ഒഴുക്കും പിന്നെ ആളുകൾക്ക് നടക്കാനുള്ള ബുദ്ധിമുട്ടും അതും എല്ലാം ഉണ്ടല്ലോ ഒരു സ്ലോപ്പ് ആകുമ്പോൾ. അതെല്ലാം കൺസിഡർ ചെയ്തിട്ട് കഴിവതും ആ സ്ലോപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് അതിലുള്ളൊരു എക്സ്പീരിയൻസ് കൊടുക്കാനാണ് ശ്രമിച്ചത്. അപ്പം ഞങ്ങളുടെ ഒരു ആഗ്രഹം എന്താ വെച്ചാൽ ഇവിടെ വരുമ്പോൾ ഒരു പഴയ വയനാട് എക്സ്പീരിയൻസ് കിട്ടണം. വെറും കാപ്പിത്തോട്ടം മാത്രമല്ല, പഴയ കൃഷി രീതികൾ. അപ്പോൾ പരമ്പരാഗതമായ വിത്തുകൾ ഞങ്ങളിവിടെ ഉപയോഗിക്കുന്നുണ്ട് നെൽകൃഷിയിൽ. പിന്നീട് നമ്മൾ വെച്ചൂർ പശുക്കൾ വളർത്തുന്നുണ്ട്. അപ്പോൾ അതും ഒരു എക്സ്പീരിയൻസാണ്. കഴിവതും ഇവിടെ നിന്ന് തന്നെ കിട്ടുന്ന വെജിറ്റബിൾസും ധാന്യങ്ങളും ഞങ്ങൾ ഉപയോഗിക്കും. അപ്പോൾ തിരിച്ചിവിടെ വരുമ്പോൾ അബ്സല്യൂട്ട്ലി നോ റിഗ്രറ്റ്സ്. നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. കേരളത്തിൽ ഓഫ് കോഴ്സ് ഓരോ സംരംഭങ്ങൾ നമ്മൾക്ക് നടത്തുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ കാണും. എങ്കിലും നമ്മളത് എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അന്തരീക്ഷത്തിൽ ഇത്രയും നല്ല വായുവും ശ്വസിച്ച് നല്ല ഭക്ഷണവും കഴിച്ച് ബാക്കിയുള്ളവർക്ക് സന്തോഷം കൊടുക്കുകയാണ് നമ്മുടെ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിൽ. മാതൃഭൂമി ന്യൂസ്, വയനാട്.